ദൈവം നൽകുന്ന പ്രതിഫലം. അതുകൊണ്ടാണ് ഞാൻ കർത്താവ് വചനത്തിൽ പറയുന്നത്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. അങ്ങനെ അവരെ ശുശ്രൂഷിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച്. അതുകൊണ്ടാണ് നീതിമാന്മാർ തന്നെ സ്വർഗരാജ്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ, ഇത് നിന്നെ നഗ്നനായി കണ്ട് ഉടുപ്പിച്ചത് എപ്പോൾ, അല്ലെങ്കിൽ നിന്നെ കാരാഗ്രഹത്തിൽ വന്ന് കണ്ടത് എപ്പോൾ? ഇത് ചോദിക്കുന്നത് ഇത്ര പ്രതിഫലത്തിന്റെ ആഴം അവർ അനുഭവിച്ചു കഴിയുമ്പോഴാണ്, അത്രയും സന്തോഷം ലഭിച്ചു കഴിയുമ്പോഴാണ് ഇതിനുള്ള ഭാഗ്യം എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ആത്മശോധന ചെയ്യാം. ഞാൻ വിലമതിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തിനാണോ മാനുഷികമായ പ്രതിഫലത്തിനാണോ? ഇന്ന് ഒരു മാനുഷികമായൊരു പ്രതിഫലം ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും ഇത് കിട്ടാതെ വരുമ്പോൾ വളരെയധികം അസ്വസ്ഥരായി തീരാറുണ്ട്, വളരെയധികം മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ട്, നമുക്ക് ഒത്തിരി പരിഭവങ്ങളുണ്ട്, ഒത്തിരി നിരാശയുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വേണ്ടത്ര പ്രതിഫലം കിട്ടിയില്ല, എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പരിഗണിച്ചിട്ടില്ല, എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് വേണ്ടത്ര അംഗീകാരം നൽകിയിട്ടില്ല, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനവും സ്നേഹവും ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ ചെയ്ത കഷ്ടപ്പാടിന് എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല, ഞാൻ കടന്നു പോയിട്ടുള്ള വലിയ വേദനകൾക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല. ഇതൊരു വേദനയായിട്ട് കടന്നു പോകുന്ന ഒരു മേഖലയുണ്ട്. അപ്പോഴും പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പ്രത്യാശ ഈ ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ, ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തിന് വില കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും.